ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 8-ാം വാക്യം. അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരില് അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് കൊടുക്കും. നിർബന്ധിച്ചാല് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കും. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട പറയുന്ന അറിയോ? നമ്മുടെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തില് നിർബന്ധത്തോടുകൂടി, വാശിയോടുകൂടി, ശാഠ്യത്തോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിച്ചാല് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നേടുവാനായിട്ട് സാധിക്കുമെന്ന് ഈശോ നമ്മളോട് പറയുക അല്ലെ. സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ തരത്തില്ല, മറിച്ച് നിർബന്ധം നിമിത്തം. നിർബന്ധം വേണം എൻ്റെ ജീവിതത്തില്, ശാഠ്യവും വേണം. വാശി പിടിച്ചു പ്രാർത്ഥിക്കാം അല്ലെ. നമ്മളൊക്കെ കുഞ്ഞിലെ വാശി പിടിച്ചു കരഞ്ഞിട്ടുണ്ടല്ലേ. ചില പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ, ചില ബലൂണുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ അപ്പന്റെയും അമ്മയുടെയും മുൻപില് വാശി പിടിച്ച് നമ്മൾ കരഞ്ഞിട്ടുണ്ടല്ലേ. കരഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞവരൊക്കെ ഉണ്ട് അല്ലെ. കരഞ്ഞു കഴിയുമ്പോൾ അവസാനം എന്നാ എടുക്കും? അപ്പനും അമ്മയും നമുക്കത് വാങ്ങിച്ചു തരും. നമ്മുടെ വാശിക്ക് മുൻപില് അവര് തോൽവി സമ്മതിക്കും. ഇതേപോലെ തന്നെയാണ് എൻ്റെ വചനവും എന്ന് ഈശോ നമ്മളെ ഓർക്കും. ഈശോയുടെ മുൻപില് വാശി പിടിച്ചാല് ഈശോ നമ്മുടെ മുൻപിൽ തോൽവി സമ്മതിക്കും. വാശിയോടുകൂടി നിനക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. പഴയ നിയമത്തിൽ നമ്മൾ ഇത് കാണുന്നുണ്ടല്ലേ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തില് യാക്കോബിനെ നമ്മൾ കാണുന്നുണ്ട്. യാക്കോബിന്റെ മൽപ്പിടുത്തം ആരുമായിട്ടാ? ദൈവവുമായിട്ട്. ഒരു രാത്രി മുഴുവൻ അവൻ മൽപ്പിടുത്തം നടത്തുകയാ. പകൽ സമീപിക്കാറായപ്പോൾ ദൈവം അവനെ തട്ടി മാറ്റിയിട്ട് കടന്നു പോകാനായിട്ട് ആഗ്രഹിച്ചു. യാക്കോബ് എന്നെ എടുത്തു. അവൻ നേരെ ദൈവത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ദേ നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. എത്രമാത്രം നിഷ്കളങ്കതയോടുകൂടി പറയാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ളവരെ, ഈ ഒരു വാശി, ഈ വാശിക്ക് മുൻപില് ദൈവം തോൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ. യാക്കോബിനെ അനുഗ്രഹിച്ചിട്ടാ ദൈവം പോകുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വാശി ഉണ്ടാവണം. നിർബന്ധത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. തുടർച്ചയായിട്ട് കിട്ടുവോളം ദൈവസന്നിധിയിൽ തപസ്സിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. ഇരുന്നോണം. ചോദിച്ച് വാങ്ങിക്കണം. ചോദിച്ചാല് ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാവുള്ളത്. പരീക്ഷിക്കും കേട്ടോ. പ്രലോഭനങ്ങൾ തരും, തടസ്സങ്ങൾ തരും, തിരസ്കരണം തരും. പക്ഷേ വിശ്വാസത്തോടുകൂടി നിരന്തരം അവന്റെ സന്നിധിയിൽ തപസ്സിരുന്ന് വാശി പിടിച്ച് പ്രാർത്ഥിച്ചാല് നമ്മുടെ വാശിക്ക് മുൻപില്, ആഴമായ വിശ്വാസത്തിന് മുൻപില് എൻ്റെ ദൈവം തോൽക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഭാവമുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വാശി പിടിച്ച് നിർബന്ധത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം. അത് കിട്ടുവോളം ദൈവസന്നിധിയിൽ തപസ്സിരിക്കുവാനായിട്ട് യാക്കോബിനെ പോലെ വാശി പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.